ഹലോ സ്റ്റുഡൻസ്, മാനേജറിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഏരിയ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. മാനേജറിയൽ എക്കണോമിക്സ് സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ PSC എക്സാംസിലും ഉദ്യോഗാർത്ഥികളെ വലയ്ക്കുന്ന അല്ലെങ്കിൽ അവരെ നിരന്തരം പരീക്ഷിക്കുന്ന ഒരു ഏരിയയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡിമാൻഡിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ഡിമാൻഡ് ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ഡിമാൻഡ്. See, demand, quantity demanded means various quantities of a goods or service that people will be willing and able to purchase at various prices during a given period of time. ഒരു ഗിവൺ പീരിയഡ് ഓഫ് ടൈമിൽ ആ ടൈം എങ്ങനെയായിരിക്കാം, പീരീഡ് എങ്ങനെയായിരിക്കാം, ഒരു ദിവസമാകാം, ഒരു ആഴ്ചയാവാം, ഒരു മാസമാവാം, ഒരു വർഷമാവാം. ഇങ്ങനെ ഒരു ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ വേരിയസ് പ്രൈസ് ലെവൽസിൽ ഒരു കൺസ്യൂമർ എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇതാണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി ഒന്നും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഡിമാൻഡ് മീൻസ് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡിസയർ, എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈസ് ദ ഡിസയർ വിച്ച് ഈസ് സപ്പോർട്ടഡ് ബൈ എബിലിറ്റി ടു പേ ആൻഡ് വില്ലിംഗ്നെസ് ടു പേ. ദെൻ വാട്ട് ഈസ് ഡിസയർ? ഡിസയർ മീൻസ് വാണ്ട് ഫോർ എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ആഗ്രഹം. ദെൻ എബിലിറ്റി ടു പേ മീൻസ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി, ആ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി, കാശ് നമ്മുടെ കയ്യിലുണ്ടോ. ദെൻ വാട്ട് ഈസ് വില്ലിംഗ്നെസ് ടു പേ? നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ആ കാശ് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ, പ്രോഡക്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ റെഡിയാണോ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് വില്ലിംഗ്നെസ് ടു പേ. ദെൻ ലെറ്റ്സ് സീ വൺ എക്സാമ്പിൾ. ഒരാൾക്കൊരു കാർ വാങ്ങിക്കാനുള്ള ഒരു ഡിസയർ ഉണ്ട്. ദറ്റ് ഇസ് എ ഡിസയർ ടു ബൈ എ കാർ. കാറിൻ്റെ കോസ്റ്റ് 10 lakhs rupees ആണെന്ന് അസ്യൂം ചെയ്യാം. ദെൻ ബട്ട് യു ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് മണി. അയാളുടെ കയ്യിൽ 10 lakh rupees കയ്യിലില്ല. സോ ദർ ഇസ് ലാക്ക് ഓഫ് എബിലിറ്റി. വില്ലിംഗ്നെസ്, ദർ ഇസ് എ വില്ലിംഗ്നെസ്. അയാളുടെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഹീ ഈസ് റെഡി ടു പേ ദാറ്റ് മണി. സോ ഇൻ ദിസ് കേസ് ദർ ഇസ് ഡിസയർ, ദർ ഇസ് വില്ലിംഗ്നെസ്, ദർ ഇസ് ലാക്ക് ഓഫ് എബിലിറ്റി. സോ ഹിയർ എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അവിടെ ഡിമാൻഡ് ഇല്ല നമുക്ക് പറയാം. ദെൻ ഇൻ ദ നെക്സ്റ്റ് കേസ് ദർ ഇസ് എ ഡിസയർ ഉണ്ട്, ദർ ഇസ് എബിലിറ്റി. അയാളുടെ കയ്യിൽ 10 lakhs rupees ഉണ്ട്, ബട്ട് ദർ ഇസ് ലാക്ക് ഓഫ് വില്ലിംഗ്നെസ്. അയാൾ ആ 10 lakhs rupees ആ കാറിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ he is not ready because അയാൾക്ക് മറ്റ് പല ആവശ്യങ്ങളും ഉണ്ടായിരിക്കാം. Then in this case also there is lack of demand because there is willingness is absent. Then in the last case there is desire, there is ability and he is ready to pay that money. So all the three conditions are satisfied, there is a demand for that product. This is about demand. Then let's discuss about the factors which affect demand. ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ഫാക്ടർ ഈസ് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസും ആ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? സി, ദർ ഈസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ജനറലി ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയും. റെഡി, ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ 1 kilo ആപ്പിളിൻ്റെ വില 300 rupees ആണ് വിചാരിക്കുക. റെഡി, ഞാനിന്ന് 300 rupeesന് 1 kg ആപ്പിൾ വാങ്ങിക്കും. ക്ലിയർ? ഇനി നാളെ ഈ ആപ്പിളിൻ്റെ വില റെഡ്യൂസ് ചെയ്തു, 300-ൽ നിന്നും 150 ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും? ഇന്നലെ 1 kg വാങ്ങിച്ച് ഞാൻ ഇന്ന് ചിലപ്പോൾ 2 kg 3 kg വാങ്ങിക്കാം. ബിക്കോസ് ദ പ്രൈസ് ഈസ് കം ഡൗൺ, അല്ലേ? പ്രൈസ് കുറഞ്ഞു, അപ്പോൾ ഡിമാൻഡ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. സോ വെനെവർ ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഓർ അതർവൈസ് വെനെവർ ദർ ഈസ് എ ഡിക്രീസ് ഇൻ പ്രൈസ് ദർ വിൽ ബി എൻ ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ്. That means there is a negative relationship between price of the commodity and the quantity demanded. Ready? Then moving to the next factor, that is income of the consumer. ഒരു കൺസ്യൂമറുടെ ഇൻകവും പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും എന്താണ് ബന്ധം? There will be a positive relationship. ആളുകളുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാം. റെഡി? പോസിറ്റീവ് റിലേഷൻഷിപ്പ്. ഇൻകം കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുകയും ചെയ്യാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു വ്യക്തി ഇൻകം ലെവൽ വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ഡ്രസ്സിനോടുള്ള അയാളുടെ ഡിമാൻഡ് എങ്ങനെയായിരിക്കും നോക്കാം. അയാൾക്ക് ഇൻകം ലെവൽ കുറവായതുകൊണ്ട് അയാൾ എന്ത് ചെയ്യും? 2 ഷർട്ട് വാങ്ങിച്ച് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ആ ഷർട്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് ഇടാം. ഇനി അയാളുടെ ഇൻകം ലെവൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? 5 ഷർട്ട് വാങ്ങിച്ചിട്ട് 5 days ഡിഫറെൻറ്റ് ഷർട്ട് ഇടാം. റെഡി? സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദി ഇൻകം ലെവൽ ആൻഡ് ഇൻക്രീസ് ഇൻ ദി ഡിമാൻഡ് ഫോർ ദാറ്റ് ഡ്രസ്, അല്ലേ? അപ്പോൾ ആ എക്സാമ്പിൾ നമുക്ക് ഓർത്തിരിക്കാം. So there is a positive relation between income level of consumer and quantity demanded of products. Then the third case,
പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. ഫസ്റ്റ് കേസിൽ പറഞ്ഞത് പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, പ്രൈസ് ഓഫ് ദി സെയിം കമ്മോഡിറ്റിയാണ് ഫസ്റ്റ് കേസ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇൻ ദിസ് കേസ് പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്. വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റീസ്? ദർ ആർ 2 types of related commodities. First one substitute goods and second one complementary goods. എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. റെഡി? നമ്മൾ ഫുട്ബോളിലെല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ, ഒരു പ്ലെയർ മാറി കഴിഞ്ഞിട്ട് പകരം ഒരു പ്ലെയറിന് പകരം മറ്റൊരു പ്ലെയറിന് നമ്മൾ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. അതുപോലെ ഒരു പ്രോഡക്റ്റിന് പകരം നമ്മൾ മറ്റൊരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു എക്സാമ്പിളാണ് ചായ, കോഫി. ചായയ്ക്ക് പകരം നമുക്ക് എന്ത് ചെയ്യാം? കോഫി ഉപയോഗിക്കാം അല്ലേ, കോഫി കുടിക്കാം. റെഡി? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസിലുള്ള മാറ്റം മറ്റ് പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? ചായയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? ചായയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ആളുകൾ ചായയുടെ കൺസംഷൻ കുറച്ച് കോഫിയിലോട്ട് പോകില്ലേ. സോ വെൻ എവർ ദ പ്രൈസ് ഓഫ് ടീ ഈസ് ഇൻക്രീസിങ്, the demand for other product, demand for coffee is increasing. So there is a positive relationship അല്ലേ. When the price of one product increases, demand for other product is increasing. So there is a positive relationship. Then what about this next case, complementary goods? എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടുഗദർ, ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ബ്രെഡ് ആൻഡ് ജാം സാധാരണ പറയുന്ന എക്സാമ്പിളാണ് അല്ലേ. ഇപ്പോൾ ബ്രെഡിൻ്റെ പ്രൈസിലുള്ള മാറ്റം ജാമിൻ്റെ ഡിമാൻഡിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു? നോക്കൂ, ബ്രെഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നു? ആളുകൾ ബ്രെഡ് വാങ്ങിക്കുന്നത് കുറയുന്നു. ബ്രെഡ് വാങ്ങിക്കുന്നത് കുറയുമ്പോൾ ഒബിയസ്ലി ജാമിൻ്റെ ഡിമാൻഡും കുറയും, ജാം വാങ്ങിക്കുന്നതും കുറയും അല്ലേ. സോ വെനെവർ ദ പ്രൈസ് ഓഫ് ബ്രെഡ് ഈസ് ഇൻക്രീസിങ്, ദ ഡിമാൻഡ് ഫോർ ജാം ഈസ് decreasing. So there is a negative relationship. Whenever one is increasing, another is decreasing. That means there is a negative relationship. See, when the price of one product increase, demand of other product decreases. Negative relationship. And the fourth factor is advertisement expenditure. നമുക്കറിയാം ജനറലി ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നടത്തി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ജനറലി ഇൻക്രീസ് ആവും. സോ ദർ ഇസ് എ പോസിറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഓർ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ടു ദി ഡിമാൻഡ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. ക്ലിയർ? ഈ 4 ഫാക്ടേഴ്സും നമ്മൾ ഇലാസ്റ്റിസിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ദർ ആർ സോ മെനി അതർ ഫാക്ടേഴ്സ് ആൾസോ. നമുക്ക് അതർ ഫാക്ടേഴ്സ് ഉണ്ട്. ഏതെല്ലാം ആണ് നോക്കാം. അതർ ഫാക്ടേഴ്സ് ആർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻസ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, സീസൺ ഫാക്ടേഴ്സ്, ദെൻ പോപ്പുലേഷൻ സൈസ്, ഗവൺമെൻറ് പോളിസീസ്. ഈ ഫാക്ടേഴ്സും ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യും. ദെൻ മൂവിങ് ടു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി നമ്മൾ ഏരിയയിലേക്ക് കിടക്കുകയാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? നോക്കൂ, ഈ പേന നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ പേനയിൽ ഞാൻ ഒരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബെൻഡ് ആവുന്നുണ്ടോ? ബെൻഡ് ആവുന്നില്ല. അതിനർത്ഥം ഇത് ഇലാസ്റ്റിക് അല്ല അല്ലേ, വളയുന്നില്ല, ഇലാസ്റ്റിക് അല്ല. എന്നാൽ ഇത് റബ്ബറിൻ്റെ പേനയാണെങ്കിൽ ഞാനിവിടെ ഒരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വളയും, ബെൻഡാവും അല്ലേ. അപ്പോൾ അത് ഇലാസ്റ്റിക്കാന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ഇലാസ്റ്റിക് ആണ്, റിയാക്ഷൻ ഇല്ലെങ്കിൽ ഇലാസ്റ്റിക് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ദർ വിൽ ബി ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഇൻ ദ കേസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ആ ആക്ഷനും റിയാക്ഷനും പല ലെവൽ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് ഈ പേന റബ്ബറാണെങ്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വളയാം, ചിലപ്പോൾ കുറച്ച് വളയാം അല്ലേ. ആ റിയാക്ഷൻ്റെ ലെവലും മാറും. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ വരുന്നത്. അതായത് ദർ വിൽ ബി വൺ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇവിടെ ആക്ഷനായിട്ട് പറയുന്നത് ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. റിയാക്ഷനായിട്ട് പറയുന്നത് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആണ്. അതായത് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിൽ എത്രത്തോളം ചേഞ്ച് വരുന്നു, ദാറ്റ് ഈസ് ദ ആക്ഷൻ. ഈ ചേഞ്ച് എത്രത്തോളം റിയാക്ഷൻ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാക്കുന്നു. ദാറ്റ് മീൻസ് ഫാക്ടേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്ര ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാക്കുന്നു. ഇതാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So what do you mean by elasticity of demand? It is a degree of responsiveness of demand to change in price, income or any other factors. That means it is a degree of responsiveness of demand. Demandil ഉണ്ടാവുന്ന റെസ്പോൺസ് എന്തിൻ്റെ ഫലമായിട്ട് ടു ദ ചേഞ്ച് ഇൻ പ്രൈസ്, ഇൻകം ഓർ എനി അതർ ഫാക്ടർ. ഡിമാൻഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറിലുണ്ടാവുന്ന മാറ്റം ഡിമാൻഡിൽ എത്ര റെസ്പോൺസ് ഉണ്ടാക്കുന്നു എന്നാണ് എവിടെ നമ്മൾ പഠിക്കുന്നത്, ഇലാസ്റ്റിസിറ്റിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി? സോ ഇലാസ്റ്റിസിറ്റി മീൻസ് percentage change in demand divided by percentage change in any factors of the demand. This is the equation for
elasticity of demand. ഇനി basically there are 4 types of elasticity of demand. First one is price elasticity, second one income elasticity, cross elasticity and advertisement elasticity. These are the 4 types of elasticity of demand. നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയി പറയാം. ഞാൻ പറഞ്ഞു ഫാക്ടേഴ്സിലുള്ള ചേഞ്ച് ഡിമാൻഡിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു, അതാണ് എന്ത് ഇലാസ്റ്റിസിറ്റി. സോ ഫാക്ടേഴ്സ് പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്ര ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാക്കുന്നു, ദാറ്റ് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദെൻ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് എത്ര ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാക്കുന്നു, ദാറ്റ് ഈസ് income elasticity of demand. Then cross elasticity of demand means റിലേറ്റഡ് പ്രൊഡക്റ്റിലുണ്ടാകുന്ന പ്രൈസിലുള്ള ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി മീൻസ് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ച് എത്ര ചേഞ്ച് ഡിമാൻഡിലുണ്ടാക്കുന്നു, ദാറ്റ് ഈസ് മീൻ ബൈ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സി ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ടു ചേഞ്ച് ഇൻ പ്രൈസ് മീൻസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. Then degree of responsiveness of demand to change in income is called income elasticity of demand. Degree of responsiveness of demand to change in price of related commodity is called cross elasticity of demand. And the last one, degree of responsiveness of demand to change in advertisement cost is called advertisement elasticity of demand. ഇനി നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ച് പഠിക്കാം. ഓക്കെ, what you mean by price elasticity? Meaning എന്താ ഓൾറെഡി പറഞ്ഞതാണ്. Price elasticity means degree of responsiveness of quantity demanded to a goods to change in its own price. സ്വന്തം പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര പെർസെൻറ്റേജ് ചേഞ്ച് ഉണ്ടാക്കുന്നു, ദാറ്റ് ഈസ് മെഷേർഡ് യൂസിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സി ആൽഫ്രഡ് മാർഷലാണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളതാണ്. സി ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് മീൻസ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി മീൻസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ദർ ആർ സോ മെനി അതർ മെത്തേഡ്സ് ആൾസോ. നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓരോ മെത്തേഡും വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സി ഇൻ ദിസ് കേസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. എന്തിൻ്റെ ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെൻറ്റ് മെഷേഴ്സ് കിട്ടും. ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് കേസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ഈസ് 20%. 20% പ്രൈസ് ചേഞ്ച് ആയി, ഇൻക്രീസ് ആവാം ഡിക്രീസ് ആവാം, നോ പ്രോബ്ലം. ബട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിമാൻഡിൽ 40% ചേഞ്ച് വന്നു. സോ ഇലാസ്റ്റിസിറ്റി മീൻസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്, ദാറ്റ് മീൻസ് 40 ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് മീൻസ് 20. നമുക്ക് എത്ര കിട്ടും? 2 ആണ് വാല്യൂ കിട്ടുക. ഇലാസ്റ്റിസിറ്റി, ഡിഗ്രി ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് 2. നമുക്കിങ്ങനെ ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂസ് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി കേട്ടോ, പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വൺ ബൈ വൺ നമുക്ക് നോക്കാം. See, there are 5 types of elasticity of demand. First one, perfectly elastic, then perfectly inelastic, unitary elastic, elastic demand and inelastic demand. If the value of price elasticity is infinite, that is perfectly elastic demand. If the value is 0, that is perfectly inelastic demand. If the value is 1, that is unitary elastic demand. If the value is greater than 1, that is elastic demand. If the value is less than 1, that is inelastic demand. നമുക്ക് ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. If a small change in price leads to infinitely large change in the quantity demanded, that is perfectly elastic demand. In other words, a small fall in price will raise demand to infinity, and if a slight rise in the price cause demand to fall to 0. അതായത് പ്രൈസിലുള്ള മൈന്യൂട്ട് ചേഞ്ച് 0.00001% ചേഞ്ച് പ്രൈസിൽ വന്നു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഹ്യൂജ് ഇമ്പാക്റ്റ് വരും. റെഡി, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ഇമ്പാക്റ്റ് വരും. പ്രൈസ് ചെറിയ മൈന്യൂട്ടായിട്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. അതർവൈസ് പ്രൈസ് ഒരു മൈന്യൂട്ടായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡിമാൻഡ് ഓൺ ദ സ്പോട്ടിൽ 0 ആയിട്ട് വരും ചെയ്യും. റെഡി, മൈന്യൂട്ട് ചേഞ്ച്, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ചേഞ്ച് പോലും ഡിമാൻഡിനെ ഹ്യൂജ് എമൗണ്ട് ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലാണ് ഇത് കണ്ടുവരുന്നത്. റെഡി,
ഇനി വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇൻഫിനിറ്റ്. See the shape of demand curve in perfect elastic case, it will be parallel to the x axis or horizontal to x axis ആയിരിക്കും. ഷേപ്പ് നിങ്ങൾ ഓർത്തിരിക്കണം. Then I am moving to the second case, that is perfectly inelastic. What is the case of perfectly inelastic? ഇവിടെ ഇൻഇലാസ്റ്റിക് ആണ്. ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എന്തില്ല, ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. പ്രൈസിലുള്ള മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നാണ് പറയുന്നത്. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡസ് നോട്ട് ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് ഷോസ് നോ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുള്ള മാറ്റം ഡിമാൻഡിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നില്ല. ഇൻ ദിസ് കേസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വിൽ ബി 0. സീ ദ ഗ്രാഫ് നോക്കൂ. പ്രൈസ് ചേഞ്ച് വരുന്നുണ്ട്, P1 P2 എത്ര ചേഞ്ച് ആയി കഴിഞ്ഞാലും ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് റിമൈനിങ് ആസ് ദ സെയിം Q at the point Q. So here the shape of demand curve is vertical to x axis. x axisന് വെർട്ടിക്കൽ ആയിരിക്കും ഷേപ്പ്, നിങ്ങൾ ഓർത്ത് വയ്ക്കുക. റെഡി. Then I am moving to the next type of elasticity of demand, that is elastic demand or relatively elastic demand. See here the percentage change in quantity demanded exceeds the percentage change in price. അതായത് പ്രൈസിൽ ഉണ്ടാകുന്ന പേഴ്സൻറ്റേജിനേക്കാൾ കൂടുതൽ ചേഞ്ച് എവിടെ വരുന്നുണ്ട്, ഡിമാൻഡിലുള്ള ചേഞ്ച് വരുന്നുണ്ട്. റെഡി. ഓക്കെ, ലെറ്റ്സ് സീ ദ ഗ്രാഫ് ഇൻ ദിസ് കേസ്. സീ ഹിയർ വെൻ ദ പ്രൈസ് ഈസ് ഡിക്രീസ്ഡ് ഫ്രം P1 to P2 by 10%, the quantity demanded is increased from Q1 to Q2 by 20%. നോക്കൂ, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഓൺലി 10% ആണ്, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ അതിനേക്കാൾ ഇമ്പാക്റ്റ്, അതിനേക്കാൾ ചേഞ്ച് വരുന്നു 20%, മോർ ദാൻ വിച്ച് ഈസ് മോർ ദാൻ ദ ചേഞ്ച് ഇൻ ദി പ്രൈസ്. ഇങ്ങനത്തെ ഉള്ള കേസ് ആണെങ്കിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്ന് പറയാം. റെഡി. ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി മോർ ദാൻ 1 ഇൻ ദിസ് കേസ്. റെഡി. വിൽ ബി ഗ്രേറ്റർ ദാൻ 1. നമ്മൾ നേരത്തെ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. എന്താണ്, പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആണല്ലേ. ഇവിടെ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇസ് 20% ഡിവൈഡഡ് ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് 10%. സോ ദ വാല്യൂ ഇസ് 2. Ready, which is greater than 1. That is the case of elastic demand or relatively elastic demand. Clear? So in this case the shape of the curve is flat അല്ലേ, ഫ്ലാറ്റർ ആണ് അല്ലേ, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. So there will be a flat demand curve in elastic demand. Then moving to the next type, that is inelastic demand or relatively inelastic demand. In this case, when the percentage change in quantity demanded is less than percentage change in price. പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ അത്ര മാറ്റം എവിടെ വരുന്നില്ല, ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വരുന്നില്ല. തൊട്ട് മുന്നത്തെ കേസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. സോ ഹിയർ ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ദാൻ 1. സീ ദി ഗ്രാഫ് ഹിയർ. See the price is decreased by 30%. Price is reduced from P1 to P2 by 30%. See the quantity of demand is increased from Q1 to Q2 by 10%. So here നോക്കൂ, പ്രൈസിൽ ഉണ്ടാകുന്ന മാറ്റം 30% ആണ്, ക്വാണ്ടിറ്റി ഡിമാൻഡിലുള്ള മാറ്റം 10% ആണ്. ആരാണ് കൂടുതൽ? പ്രൈസിലുള്ള മാറ്റമാണ് കൂടുതൽ അല്ലേ. അത്ര മാറ്റം ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നിട്ടില്ല. ഈ കേസാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ പറയുന്നത്. നമുക്ക് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിച്ച് ഈസ് 10 ബൈ പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് 30, വി വിൽ ഗെറ്റ് 3.333 വിച്ച് ഈസ് ലെസ് ദാൻ 1 അല്ലേ. സോ ഹിയർ ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ദാൻ 1. Then the shape of demand curve will be steeper ആണ്, steeper ഓർത്തിരിക്കുക. Ready? Then moving to the next type of elasticity, that is unitary elastic demand. Unitary. See, whenever the change in price and the change in quantity demanded is equal, that is unitary elastic demand. See, the certain percentage change in price leads to a equal percentage change in quantity demanded. പ്രൈസിൽ ഉണ്ടാകുന്ന പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസും പേഴ്സൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡും ഈക്വൽ ആണ് ഈ കേസിൽ. സി ഹിയർ ദ വാല്യൂ ഓഫ് ഇലാസ്റ്റിസിറ്റി 1. നമുക്ക് എക്സാമ്പിൾ നോക്കാം. പ്രൈസ് 20% ചേഞ്ച് വന്നു, ഫ്രം P1 to P2 പ്രൈസ് ഇസ് ഡിക്രീസ്ഡ് ബൈ 20%. Then the same impact is happened in quantity demanded. Quantity demanded is increased from Q1 to Q2 by 20%. Ready? ഇവിടെ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് 20% ബൈ പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച്
20%, which will be equal to 1. Our value of unitary elasticity will be 1 or unity. Ready? Here the shape of elasticity, here the shape of demand curve will be rectangular hyperbola. നോട്ട് ചെയ്യണം ഷേപ്പ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ ടൈപ്പ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂവും ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പും നിങ്ങൾ ഓർത്തിരിക്കണം. ക്ലിയർ? ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇങ്ങനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ടായിരിക്കും. ദെൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി. നമുക്ക് കുറേ കൺസെപ്റ്റ്സ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മളതെല്ലാം വരും ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. നമുക്ക് ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഏരിയയിൽ വന്നിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, എ ഗുഡ് വിത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ഈസ് കൺസിഡേർഡ് ടു ബി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഏത് ടൈപ്പ് ഇലാസ്റ്റിസിറ്റിയാണ്? നോക്കൂ, ഏതാണ് വരിക? ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക്കിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 1 ആണ്. ക്ലിയർ അല്ലേ? നോക്കൂ, ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ വിച്ച് വിൽ ബി ലെസ് ദാൻ 1 ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക് ആണെങ്കിൽ 1 ആയിരിക്കും ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ 0 ആയിരിക്കും ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ. അപ്പോൾ സോ നമ്മളുടെ ആൻസർ ഈസ് ഇലാസ്റ്റിക്, ഓപ്ഷൻ എ. റെഡി? ഏത് എക്സാമിലാണ് ചോദിച്ചിട്ടുള്ളതെന്ന് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സി, യൂണിറ്ററി ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1, ഗ്രേറ്റർ ദാൻ 1, ഈക്വൽ ടു 0, ലെസ് ദാൻ 1. ഈ യൂണിറ്ററി കേട്ടാൽ നമുക്കറിയാം ഏതാണ്? ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ? ഓപ്ഷൻ എ, ഈക്വൽ ടു 1. ദെൻ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനോട്ട് പോകാം. സി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എനി ചേഞ്ച് ഇൻ പ്രൈസ് ഡസ് നോട്ട് എഫക്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു. പ്രൈസിലുണ്ടാവുന്ന മാറ്റം ഡിമാൻഡിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഏത് ടൈപ്പ് ഇലാസ്റ്റിസിറ്റി ആണെന്നാണ് ചോദിക്കുന്നത്. ഏത് ടൈപ്പ് ആയിരിക്കും? നമുക്ക് അറിയാം പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആയിരിക്കും അല്ലേ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. സോ ഓപ്ഷൻ ബി ഇസ് ദി ആൻസർ. റെഡി? ആൻഡ് മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഫോളോവിങ്. ഇതൊരു റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു PSCയുടെ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കണം. ദ കൺസെപ്റ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൽഫ്രഡ് മാർഷൽ. ശരിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ്. ദെൻ സെക്കൻഡ് വൺ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് ദാറ്റ് ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 0. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിസിറ്റി എന്താണ്? 0 ആണ്. ദാറ്റ് ആൾസോ കറക്റ്റ്, ട്രൂ ആണ്. ദെൻ റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് റെഫേഴ്സ് ടു സിറ്റുവേഷൻ വേർ ദ ഇലാസ്റ്റിസിറ്റി ഈസ് ലെസ് ദാൻ 1. റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റിൻ്റെ വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് വിച്ച് വിൽ ബി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അത് തെറ്റാണ്. സോ ഓപ്ഷൻ 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. സോ B will be the correct answer. B. Ready? ഇത് വളരെ റീസെൻ്റ് ആയുള്ള 2025 നടന്നിട്ടുള്ള ഒരു PSCയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനിയും കുറേ കൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ വരും ക്ലാസ്സുകളിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.